ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ്സിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി ഒരു ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇങ്ങനെയായിരുന്നു പോസ്റ്റ്: നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിച്ചോ. LBS, AMCS, FNCK, PNCMAK, CPAS, SPMA അസോസിയേഷൻ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് മാത്രം വെച്ചിട്ടുള്ള ഒരു Q&A സെക്ഷനാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് കണ്ടിട്ടുള്ളവർ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, അല്ലാത്തവരും കണ്ടു നോക്കുക. നിങ്ങളുടെ ഡൗട്ട്സും ചിലപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ ഡൗട്ട്സ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, LBSൽ എപ്പോഴാണ് കോഴ്സ് സെലക്ഷൻ എപ്പോഴാണ്, വെരിഫിക്കേഷൻ ഡേറ്റ് എപ്പോഴാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഫുൾ ഡേറ്റ് നമ്മുടെ LBS വെബ്സൈറ്റിൽ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് ലേറ്റസ്റ്റ് വീഡിയോയും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പലരും വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് ഓൾറെഡി വീഡിയോ ചെയ്തതിൻ്റെ കാര്യങ്ങൾ തന്നെ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് പറയാണ്, 25/8/2026 കോഴ്സ് സെലക്ഷൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ അക്ഷയയിൽ പോയി ആണ് LBSൽ രജിസ്റ്റർ ചെയ്തത്. അവരെന്നോട് ഫസ്റ്റ് ഇയറിലെ മാർക്ക് ചോദിച്ചില്ല, ബട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അവർ ഫോം തരുമല്ലോ, അതിൽ ഫസ്റ്റ് ഇയർ കിടപ്പുണ്ട്. എടാ, നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് LBSൻ്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ നമുക്കൊരു കറക്ഷൻ ടൈം തരും. അപ്പോഴും റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വർഷം LBSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം അതെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. എന്നാലും നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി LBS വഴി പ്രൈവറ്റ് കോളേജിലെ ഫീ സ്ട്രക്ചർ. ഫീ സ്ട്രക്ചറും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് LBSൻ്റെതും PNCMAKയുടേതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെതും ഗവൺമെൻറ്റിൻ്റെതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ LBSൻ്റെ വീഡിയോസ് ചെയ്ത സമയത്ത് പ്ലേ ലിസ്റ്റ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതായത് GNM ആൻഡ് ANMൻ്റെതും അതുപോലെ ഡിപ്ലോമ കോഴ്സസിൻ്റെതും പാരാമെഡിക്കൽ കോഴ്സസിൻ്റെതും നേഴ്സിങ്ങിൻ്റെതും എല്ലാം ഞാൻ സെപ്പറേറ്റ് 2025 എന്ന് കൊടുത്ത് പ്ലേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2026ൻ്റെതും അതുപോലെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണുക. മാക്സിമം കൂടിപ്പോയാൽ നമുക്കൊരു 20 മിനിറ്റ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്തായിട്ട് 1-2 വീഡിയോ മാത്രമേ അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷത്തെ ഒരു 20 മിനിറ്റാണ് നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. കാരണം പലപ്പോഴും പല വർഷങ്ങളും പല അപ്ഡേറ്റും ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ തെറ്റ് മതി നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകാൻ. ഓക്കെ, ഞാൻ LBS ആപ്ലിക്കേഷൻ അക്ഷയ സെൻറ്റർ വഴിയാണ് കൊടുത്തത്. അപ്പോൾ കൺഫേം കൊടുക്കേണ്ട സമയം വരുമല്ലോ. അപ്പോൾ ഞാനത് അക്ഷയ തന്നെയാണോ പോയി ചെയ്യേണ്ടത്? കൺഫർമേഷൻ നിങ്ങൾ അക്ഷയ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഗൂഗിളിൽ കയറി LBS എന്നടിക്കുക. LBSൻ്റെ വെബ്സൈറ്റ് ആദ്യം കിടക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിനകത്ത് സൈഡിൽ ഒരു 3 ലൈൻസ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻഫോ, ഹോം പേജ് ഒക്കെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഓപ്പണായി വരും? നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓപ്പണായി വരും. അതിൽ താഴെ കൺഫർമേഷൻ്റെ സമയത്ത് ഒരു കൺഫേം എന്നൊരു ബട്ടൺ കാണും. അത് കൺഫേം ചെയ്യുക. അത്രയും മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അക്ഷയയിൽ പോയി തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. പിന്നെ ഫോട്ടോയിൽ നൈമും ഡേറ്റും വെച്ചാൽ കുഴപ്പമുണ്ടോ? എങ്ങനെയാണോ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നതായിരിക്കും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ പോകുന്ന അക്ഷയയിൽ നിന്നും അവർ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ള രീതിയിലാണോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ മിസ്റ്റേക്ക് പറ്റിയാലും നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നാണ്? ഇതാണ് ഓൾറെഡി ഫസ്റ്റ് വന്ന ചോദ്യം. 25/8/2026 കൊടുക്കേണ്ടത്. ആ ഡേറ്റ് മാറി വരുമോ എന്നുള്ളത് നമുക്ക് ഇനിയേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ് 25/8/2026. കറക്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ എല്ലാ വീഡിയോസും മുഴുവനായിട്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CPAS കിട്ടി, LBS കിട്ടി. CPAS റിമൂവ് ചെയ്തിട്ട് LBS സെലക്ട് ചെയ്യാൻ പറ്റുമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷം പലർക്കും കിട്ടിയ പണിയും കൂടിയാണിത്.
കറക്റ്റായിട്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ CPASൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, നിങ്ങൾ കോളേജിൽ പോയി ഫീസ് അടച്ചു, ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു, അതായത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ LBSൽ പിന്നീട് കിട്ടുന്നു. CPASൽ ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കണം. അതായത് LBSൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാറേണ്ടതായിട്ട് ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു തരുമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. കാരണം പല കോളേജസും ആ ഓരോ അഡ്മിഷൻ പ്രോസസ്സ് കഴിയുമ്പോഴും പെട്ടെന്ന് സീറ്റ് ഫില്ല് ചെയ്ത് ക്ലാസ് തുടങ്ങാനുള്ള തിരക്കിലായതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടുന്ന കുട്ടികൾ അവിടെ നിന്ന് മാറുമ്പോൾ വേറൊരു കുട്ടിയുടെ ചാൻസാണ് നഷ്ടപ്പെടുന്നത്, അല്ലേ? നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചാൻസ് നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ LBSലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ CPAS കോളേജിൻ്റെ പെർമിഷൻ വേണം. പെർമിഷൻ ഇല്ലാതെ മാറാൻ പറ്റില്ല കേട്ടോ. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇനി ഡിപ്ലോമ കോഴ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ആകേണ്ടത്? നിങ്ങളിപ്പോൾ LBSൽ BSc നഴ്സിംഗ് പാരാമെഡിക്കലൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയല്ലേ? ഓക്കെ, അതുപോലെ അപ്ഡേറ്റ് വരും, ഡിപ്ലോമയുടേതും അപ്ഡേറ്റ് വരും. ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സമയമായിട്ടില്ല. കഴിഞ്ഞ വർഷവും BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെയൊക്കെ ഏകദേശം 3rd അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡിപ്ലോമയുടെ അപ്ഡേറ്റ് വന്നത്. അത് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. LBS PNC MAക്ക് AMCS FNCക്ക് മൂന്നിലും സെയിം ഫീസാണോ? മൂന്നിലും സെയിം ഫീസ് അല്ല കേട്ടോ, ചില രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. മാം എല്ലാ ഗവൺമെൻറ് കോളേജിനെ പറ്റി ഒന്ന് പറയുമോ? കാരണം ഈ അടുത്ത് കാസർഗോഡ് കോളേജിൽ ഇഷ്യൂ ഉണ്ടായില്ലേ, ഫെസിലിറ്റി കുറവായതിനാൽ. എടാ, ഇപ്പോൾ കാസർഗോഡ് കോളേജ് മാത്രമല്ല, ഇടയ്ക്ക് പത്തനംതിട്ട കോളേജും കഴിഞ്ഞ വർഷങ്ങളിൽ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ഇടുക്കിയിലുള്ള കോളേജസിലും അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ ആ കോളേജ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്ഷനും കൂടി വെക്കാനായിട്ട് കേട്ടോ. PNC MAക്ക് കറക്ഷൻ ഡേറ്റിൽ കോളേജ് മാറ്റാമോ? പ്ലീസ് റിപ്ലൈ. PNC MAക്കയുടെ കറക്ഷൻ ഡേറ്റിൽ മേ ബി കോളേജ് മാറ്റാൻ കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് വന്നിട്ടില്ല. ഈ വർഷം അപ്ഡേറ്റ് വരുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ഇനിയെങ്കിലേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. PNC MAക്കിൽ കഴിഞ്ഞ വർഷം 10 കോളേജ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ആ കോളേജ് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെൻറ്റ് അല്ലാതെ പുതിയ കോളേജസ് വെക്കാനുള്ള പെർമിഷൻ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ഈ വർഷവും മേ ബി അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. 267.5 ഇൻഡെക്സ് മാർക്ക് BSc നഴ്സിംഗ് കിട്ടുമോ? ഈ മാർക്ക് സത്യം പറഞ്ഞാൽ BSc നഴ്സിങ്ങിന് കുറവാണ്. പിന്നെ കാറ്റഗറി SC ST OEC ആണെങ്കിൽ മേ ബി ചാൻസ് ഉണ്ടാവും കേട്ടോ. മാം, GNM ഗവൺമെൻറ് അഡ്മിഷൻ സ്റ്റാർട്ടായോ? LBS വഴിയുള്ളത്, അതിൻ്റെ ഫുൾ പ്രോസസ്സ് ഒന്ന് പറയാമോ? അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. GNMൻ്റെതൊന്നും സ്റ്റാർട്ടായിട്ടില്ല, സ്റ്റാർട്ടാകുമ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മാം, 280.83 ഇൻഡെക്സ് മാർക്ക്, OBC ആണ്, NSS സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഗവൺമെൻറ് കോളേജ് കിട്ടുമോ നഴ്സിംഗ്? പ്ലീസ് റിപ്ലൈ. പലരും വിചാരിച്ചിരിക്കുന്നത് NCC NSS സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ആഡ് ചെയ്ത് കിട്ടുമെന്നാണ്. മാർക്കല്ല ആഡ് ചെയ്ത് കിട്ടുന്നത്, നിങ്ങൾക്കൊരു വെയിറ്റേജ് കിട്ടും, അതായത് ഒരു പ്രയോറിറ്റി കിട്ടും. ഇതിലൊക്കെ ഉള്ളതായതുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഉള്ള കുട്ടികൾക്കൊരു പ്രയോറിറ്റി ഉണ്ടാകും. നമുക്ക് അതിന് വേണ്ടിയല്ലേ നമ്മൾ കലോത്സവങ്ങളിൽ പോയി A ഗ്രേഡ് വാങ്ങുക, ഇതെല്ലാം വെച്ചിട്ടൊരു പ്രയോറിറ്റി ഉണ്ടാകും. പക്ഷേ ഈ പ്രയോറിറ്റിയും വെയിറ്റേജും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഇതൊന്നും അപ്ലോഡ് ചെയ്യാത്ത പല കുട്ടികളുമുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായ വെയിറ്റേജ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ സാധ്യത എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ട് നോക്കാം കേട്ടോ. ദെൻ AMCS FNCക്ക് പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു നമ്മുടെ BSc നഴ്സിങ്ങിന് വേണ്ടി തന്നെയുള്ളൊരു അസോസിയേഷനാണ്. കൂടുതൽ ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നത് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. മാം, PCB 83% OBC GNM ഗവൺമെൻറ് കിട്ടുമോ? ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമാണോ ഗവൺമെൻറ് വെക്കാൻ പറ്റുള്ളൂ? LBS വഴിയാണോ പ്രൈവറ്റ് കോളേജിലും വെക്കണേ? LBS വഴിയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലും വെക്കണേ. ഏതൊക്കെ കോളേജ് ഉണ്ട് എന്നതൊക്കെ നമ്മുടെ LBSലെ പ്രോസ്പെക്റ്റസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല, നിങ്ങൾക്ക് 14 ഡിസ്ട്രിക്റ്റിലുള്ള ഗവൺമെൻറ് കോളേജസ് വേണമെങ്കിലും വെക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഞാൻ LBS വഴി അപ്ലൈ ചെയ്ത പോലെ NRI ഓപ്ഷൻ കൊടുത്തില്ല. NRI ഡോക്യുമെൻറ്റ്സ് റെഡി ആകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഓപ്ഷൻ കൊടുക്കാമോ? NRI ഓപ്ഷൻ കൊടുത്താൽ NRI സീറ്റ് മാത്രമേ കിട്ടുള്ളൂ. NRI ഓപ്ഷൻ കൊടുത്ത NRI സീറ്റ് മാത്രമല്ല, ബാക്കി സീറ്റിലും നിങ്ങളെ നോക്കും. അത് കഴിഞ്ഞിട്ട് NRI ഡോക്യുമെൻറ്റ്സ് കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ സീറ്റ് ഇല്ലെങ്കിലും NRI സീറ്റിലോട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. NRI ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഗണന കിട്ടില്ല. ഡോക്യുമെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക.
മാക്സിമം നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡി ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തില്ല, ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ആദ്യമേ ഈ കറക്ഷൻ ടൈമിൽ ഇത് റിജക്റ്റ് ആവും, നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. പിന്നെ കറക്ഷൻ ടൈമിൻ്റെ സമയത്ത് നമുക്ക് ഒന്നുകൂടി ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, മേ ബി അതിന് ശേഷം പിന്നെയും കറക്ഷൻ ടൈമിന് ചിലപ്പോൾ സമയം തന്നില്ലെന്നും വരും. അതുകൊണ്ടാണ് പറയുന്നത്, അപ്ലോഡ് ഇതുവരെയും ചെയ്യാത്ത കുട്ടികൾ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക കേട്ടോ. പിന്നെ PNC മാർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ LBSലായാലും PNC-MAKലായാലും AMCS FNCKലായാലും SPMAലായാലും എപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നുവോ അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞ വർഷം LBSൽ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ PNC-MAKയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പല കുട്ടികൾക്കും, AMCS FNCKയിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. PNC-MAKയിൽ എപ്പോഴാണ് 10,000 അടയ്ക്കേണ്ടത്? അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണോ? അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് 10,000 റുപ്പീസ് അടയ്ക്കേണ്ടത്, അതായത് ടോക്കൺ ഫീ ആയിട്ട്. AMCS FNCക്ക് കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ളവരെയാണ് അലോട്ട് ചെയ്തത്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പഴയ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പുതിയ വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം. LBSൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എങ്ങനെ ചെയ്യും? ഇതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. LBSലെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് LBSൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തൊട്ട് അഡ്മിഷൻ കിട്ടുന്നവരെ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ ഉള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാം കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 261 ആണ് ഇൻഡെക്സ് മാർക്ക്. ആഫ്റ്റർ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് LBSൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? മാർക്ക് വന്നതിന് ശേഷം. മാർക്ക് വന്നതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴാണ്? സമയം കഴിയുന്നതിന് മുന്നേ. റിസൾട്ട് ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. PNC-MAK അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറയാം. ഓൾറെഡി നമ്മൾ PNC-MAK രജിസ്ട്രേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്യാൻ നോക്കാം കേട്ടോ. SPMA എന്താണ്? ഇത് സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ അസോസിയേഷൻ ആണ്. ഇതുവഴി നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നഴ്സിങ്ങിന് വേണ്ടി PNC-MAK AMCS FNCK അസോസിയേഷനില്ലേ, അതുപോലൊരു അസോസിയേഷനാണ് SPMA എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.